ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സ്വീറ്റ് കോൺ ഫ്രൈ ആണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണിത്. അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം കോണാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു പാത്രത്തിൽ 2 കപ്പ് വെള്ളം അടുപ്പിൽ വയ്ക്കാം. വെള്ളം ചൂടായി വന്നു കഴിയുമ്പോഴേക്കും എടുത്തു വച്ചിരിക്കുന്ന കോൺ ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് വേകേണ്ട ആവശ്യമില്ല. 5 മിനിറ്റ് അടുപ്പിലിരുന്നാൽ മതി. ഒന്ന് നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും ഇത് ഒരു അരിപ്പയിലേക്ക് അരിച്ചെടുക്കാവുന്നതാണ്. കോൺ നന്നായി വെള്ളം കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2.5 ടീസ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ പൊടികളൊക്കെ കോണിൽ നന്നായി കവർ ചെയ്ത് വരണം. പൊടികൾ നന്നായി കോണിലേക്ക് പിടിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് വറക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് കോൺ ഇട്ട് കൊടുക്കാം. ചിലപ്പോൾ ഇത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. കോൺ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ള കോൺ മുഴുവൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ക്രിസ്പി ആയിട്ടുള്ള കോൺ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പകുതി നാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.